Hi you, welcome to Competitive Cracker. I'm Shahana. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം. അതായത് നെറ്റ് എക്കണോമിക്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ് സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം. സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഈ ഒരു തിയറി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ചസ് വരുത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറത്തിൽ പറയുന്നത്. ഇതില് ഫ്രീ ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിന്റെ മേലെ താരിഫ് ഇല്ല, ക്വാട്ട ഇല്ല, അതുപോലെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ദാറ്റ് വുഡ് ബെനഫിറ്റ് ദി അബണ്ടന്റ് ഫാക്ടർ. ആ കൺട്രിയില് ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ, ഏറ്റവും എൻഡോർഡ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ, ആ ഫാക്ടറിനെ അത് ബെനിഫിറ്റഡ് ആക്കുകയും അറ്റ് ദി സെയിം ടൈം ആ ഒരു കൺട്രിയില് ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ ആ ഫാക്ടറിനെ അത് ഹേർട്ട് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? ഫ്രീ ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ അബണ്ടന്റ് ഫാക്ടറിനെ അത് ബെനിഫിറ്റഡ് ആക്കുകയും സ്കേഴ്സ് ഫാക്ടറിനെ അത് ഹേർട്ട് ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണത്? ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്ന സമയത്ത് ഫ്രീ ട്രേഡ് ആണ് അല്ലെ? ഫ്രീ ട്രേഡ് ആകുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് നടക്കും. ഇവിടെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഫ്രീ ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടറിന് മുകളിൽ പ്രൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് എക്സ്ട്രാ ഫീ വരുന്നില്ലല്ലോ, താരിഫ് ഇമ്പോസ് ചെയ്യപ്പെടുന്നില്ലല്ലോ, ക്വാട്ട വരുന്നില്ലല്ലോ, എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് നടത്താനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അബണ്ടന്റ് ഫാക്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടും, കൂടുതലായിട്ട് പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്യപ്പെടും. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് കൂടും. അതിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ റിവാർഡ് കൂടും. അങ്ങനെയാണ് അബണ്ടന്റ് ഫാക്ടറിനെ അത് ബെനിഫിറ്റ് ചെയ്യുന്നത്, ഹേർട്ട് ചെയ്യുന്നത്. സ്കേഴ്സ് ഫാക്ടറിനെ എങ്ങനെയാണ് ഹേർട്ട് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അബണ്ടന്റ് ഫാക്ടർ ആണ്. സ്കേഴ്സ് ഫാക്ടർ അധികം യൂസ് ചെയ്യപ്പെടുന്നില്ല. കാരണം എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതാണ്? ഫ്രീ ട്രേഡുമായിട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് അബണ്ടന്റ് ഫാക്ടർ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കമ്മോഡിറ്റീസ് ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ ആരുടെ ഡിമാൻഡ് കുറയും? സ്കേഴ്സ് ഫാക്ടറിന്റെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ റിവാർഡ് എന്ത് ചെയ്യും? കുറയും അല്ലെ? അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യപ്പെടുന്നത്? ഇന്റർനാഷണൽ ട്രേഡിൽ ഫ്രീ ട്രേഡ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇഫ് താരിഫ് വേർ ഇമ്പോസ്ഡ് റിയൽ റിട്ടേൺ ഓഫ് സ്കേഴ്സ് ഫാക്ടർ നേഷൻ ഇൻക്രീസസ്. അറ്റ് ദി സെയിം ടൈം താരിഫ് ഇമ്പോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഫ്രീ ട്രേഡിന് പകരം താരിഫും ക്വാട്ടയൊക്കെ ഇമ്പോസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് അങ്ങ് മാറും. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങൾ. അതെന്ത് ചെയ്യും? നമ്മളുടെ സ്കേഴ്സ് ഫാക്ടറിനെ അത് ബെനിഫിറ്റഡ് ആക്കുകയും അബണ്ടന്റ് ഫാക്ടർ സഫർ ചെയ്യും, അല്ലെങ്കിൽ അബണ്ടന്റ് ഫാക്ടറിനെ അത് ഹേർട്ട് ചെയ്യപ്പെടും. മനസ്സിലായോ? ഇതാണ് അതിന്റെ കോർ. സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറത്തിന്റെ കോർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, ഫ്രീ ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ അബണ്ടന്റ് ഫാക്ടറിനെ അത് ബെനിഫിറ്റഡ് ആക്കുകയും സ്കേഴ്സ് ഫാക്ടറിനെ ഹേർട്ട് ചെയ്യുകയും ചെയ്യും. അതെങ്ങനെയാന്നുള്ളത് കണ്ടു. അറ്റ് ദി സെയിം ടൈം താരിഫ് ഇമ്പോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നടക്കും. അത് സ്കേഴ്സ് ഫാക്ടറിനാണ് ബെനിഫിറ്റഡ് ആക്കുക. അതെങ്ങനെയാണ്? താരിഫ് ഇമ്പോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മളുടെ എക്കോണമിയിലേക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നു, അതിന്റെ മേൽ നമ്മൾ താരിഫ് ഇമ്പോസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ താരിഫ് ഇമ്പോസ് ചെയ്യപ്പെട്ടാൽ അതിന്റെ പ്രൈസ് കൂടും. അതിന്റെ പ്രൈസ് കൂടുമ്പോൾ ഇവിടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വരും. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് പകരം നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? അവരുടെ പ്രൈസ് കൂടുതലാണല്ലോ, താരിഫ് ഇമ്പോസ് ചെയ്തത് കാരണം പ്രൈസ് കൂടുതലാണ്. അപ്പൊ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? സ്കേഴ്സ് ഫാക്ടർ യൂസ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ സ്കേഴ്സ് ഫാക്ടറിന്റെ ഡിമാൻഡ് കൂടും. സ്കേഴ്സ് ഫാക്ടറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ റിവാർഡ് കൂടും. അങ്ങനെയാണ് ഇതിന് ബെനിഫിറ്റഡ് ആക്കുന്നത്, സ്കേഴ്സ് ഫാക്ടറിനെ അത് ബെനിഫിറ്റഡ് ആക്കുന്നത്. അപ്പൊ അറ്റ് ദി സെയിം ടൈം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ കൂടുന്നത്, അബണ്ടന്റ് ഫാക്ടറിനെ അത് കാര്യമായിട്ട് ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു തിയറിനെ നമുക്ക് ഇഫക്ട് ഓഫ് താരിഫ് ഓൺ ഫാക്ടർ പ്രൈസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇഫക്ട് ഓഫ് താരിഫ് ഓൺ ഫാക്ടർ പ്രൈസ് എന്നും വിളിക്കാം. താരിഫ് സ്കേഴ്സ് ഫാക്ടറിനെ ബെനിഫിറ്റ് ചെയ്യും, അബണ്ടന്റ് ഫാക്ടറിനെ ഹേർട്ട് ചെയ്യും. അറ്റ് ദി സെയിം ടൈം ഫ്രീ ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്കേഴ്സ് ഫാക്ടറിനെ ആയിരുന്നു ഹേർട്ട് ചെയ്തിരുന്നത്, അബണ്ടന്റ് ഫാക്ടറിനെ അത് ബെനിഫിറ്റഡ് ആക്കുകയുമാണ് ചെയ്യപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി ഏതൊരു തിയറിക്കും ഏതൊരു ഹൈപ്പോത്തസിസിനും നമുക്ക് എന്തുണ്ടാവണം? അസംഷൻസ് ഉണ്ടാവണം അല്ലെ? സെർട്ടൻ അസംഷൻസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ പോലെയാണ്. ഇത്തരം അസംഷനകത്ത് നിന്നുകൊണ്ട്, ഇത്തരം ക്രൈറ്റീരിയനകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന തിയറീസ് ഒക്കെ ഓക്കെ ആണ് എന്നാ പറയുന്നത്. വൺ ഓഫ് ദി ടു ട്രേഡിംഗ് കൺട്രീസ്
considered for analysis produce two commodities. അതായത് ക്ലോത്ത് ആൻഡ് സ്റ്റീലോ എന്തോ ആവട്ടെ, രണ്ട് കമ്മോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു കമ്മോഡിറ്റീസിന്റെയും ഹോമോജീനിയസ് ആയിരിക്കും. ഹോമോജീനിയസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഫുള്ളി എംപ്ലോയിഡ് ആണ്. അൺഎംപ്ലോയിഡ് ആയിട്ട് ലേബറും ഇല്ല, ക്യാപിറ്റലും ഇല്ല. മാത്രമല്ല അവിടെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇല്ല. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആബ്സെന്റ് ആണ്. ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് സപ്ലൈ ആയിരിക്കും. ഫിക്സഡ് സപ്ലൈ ആയിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ലേബർ അബണ്ടന്റ് ആൻഡ് ക്യാപിറ്റൽ, ഒരു കൺട്രി ലേബർ അബണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ സ്കേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി, അത് ലേബർ അബണ്ടന്റ് കൺട്രി ആണെങ്കിൽ അവിടെ ക്യാപിറ്റൽ സ്കേഴ്സ് ആയിരിക്കും. രണ്ടും അബണ്ടന്റ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. രണ്ടും അബണ്ടന്റ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു തിയറി അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ക്ലോത്ത് ഈസ് ലേബർ ഇന്റൻസീവ് ഗുഡ് വൈൽ സ്റ്റീൽ ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്. അതൊരു ഹൈപ്പോത്തറ്റിക്കലി ഒരു എക്സാമ്പിൾ പറഞ്ഞു വെക്കുക ചെയ്യുന്നത്. ബോത്ത് ദി ഫാക്ടേഴ്സ് ആർ മൊബൈൽ ബിറ്റ്വീൻ ടു ഇൻഡസ്ട്രീസ് ഓർ സെക്ടേഴ്സ് ബട്ട് ദീസ് ആർ നോട്ട് മൊബൈൽ ബിറ്റ്വീൻ ടു nations or economies. ഓക്കെ, രണ്ട് ഇൻഡസ്ട്രീസ് ഒരു രാജ്യത്തിനകത്ത്, ഇപ്പം ഇവിടെ എന്താണ്, ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ഈ ഇൻഡസ്ട്രിയിലേക്കും ഇതിൽ നിന്നും ഇതിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടേഴ്സ് മൊബൈലബിൾ ആണ്. അറ്റ് ദി സെയിം ടൈം ടു ഇക്കോണമീസ് തമ്മിൽ, ടു കൺട്രീസ് തമ്മിൽ എന്തല്ല, മൊബൈലബിൾ അല്ല, ഇമ്മൊബൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം അസംഷൻസിനകത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ദിസ് തിയറം സേസ് ദാറ്റ് ഇഫ് ദി പ്രൈസ് ഓഫ് ഗുഡ് ഇൻക്രീസസ് then the price of the input intensively involved in the production of that good will also rise. അതായത് ഒന്നുമല്ല, ഒരു കൺട്രി രണ്ട് കൺട്രീസ് തമ്മിൽ ട്രേഡ് നടക്കുന്ന സമയത്ത് അവിടുത്തെ അത് ഫ്രീ ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് ആരെ ഹേർട്ട് ചെയ്യും? ഫ്രീ ട്രേഡ് ആണെങ്കിൽ സ്കേഴ്സ് ഫാക്ടറിനെ ഹേർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ അബണ്ടന്റ് ഫാക്ടറിനെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം റെസ്ട്രിക്റ്റഡ് ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ, താരിഫ് ഇമ്പോസ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അബണ്ടന്റ് ഫാക്ടറിനെയാണ് അത് ഹേർട്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അബണ്ടന്റ് ഫാക്ടർ അവിടെ സഫർ ചെയ്യുകയും അതുപോലെ തന്നെ സ്കേഴ്സ് ഫാക്ടറിന് ബെനിഫിറ്റഡ് ആക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം. ഓക്കെ, സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം ഈ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ സിസിയുടെ ഭാഗമായിട്ട് നമ്മളുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാം ഒക്കെ കഴിഞ്ഞിപ്പം ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയിട്ട് PYQ ഡിസ്കഷൻ അനലൈസ് ചെയ്യപ്പെടുന്ന ലൈവ് സെഷൻസോട് കൂടിയിട്ടുള്ള ഒരു ലോങ് ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അധികം സമയം കളയേണ്ട, സിലബസ് വാസ്റ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾക്കായി 8086881144 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.